ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുകയാണ് മഞ്ജു വാര്യർ ഇന്ന്. സിനിമകളായും യാത്രകളായും തന്റേതായ ഹോബികളുമായി നടി മുന്നോട്ട് ജീവിതം നയിക്കുന്നു. സൗഹൃദങ്ങൾക്ക് മഞ്ജു വാര്യർക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും മഞ്ജുവിന്റെ സൗഹൃദങ്ങൾ തുണയുമായിട്ടുണ്ട്. നടൻ ദിലീപുമായും വിവാഹശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടിയ മഞ്ജു വാര്യർക്ക് സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, പൂർണിമ ഇന്ദ്രജിത്ത് എന്നിവരായിരുന്നു അന്നത്തെ പ്രിയ കൂട്ടുകാർ. വിവാഹശേഷം അപൂർവമായി മഞ്ജുവിനെ പൊതുവിടങ്ങളിൽ കണ്ടിട്ടുമുള്ളൂ. വല്ലപ്പോഴും മഞ്ജുവിന്റെ വിവാഹ ചടങ്ങുകൾക്കും മറ്റും കണ്ടിരുന്നത് ഈ സുഹൃത്തുക്കൾക്കൊപ്പമാണ്. ദിലീപ് അന്ന് തിരക്കുള്ള നടനാണ്. ഭാവന ഉൾപ്പെടെയുള്ള യുവനടിമാരും പിന്നീട് ഈ സൗഹൃദ വലയത്തിലെത്തി. നടി ശ്വേതാ മേനോനും ഈ സുഹൃത്ത് വലയത്തിലുള്ള ആളായിരുന്നു. എന്നാൽ പിന്നീട് ഇവർക്കിടയിൽ ശ്വേതാ മേനോയ്ക്കിടയിൽ അകൽച്ച വന്നു. ഒരിക്കൽ ഇതിനെക്കുറിച്ച് ശ്വേത മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തു. "ഞാൻ ഒറ്റമോളാണ്. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എന്നോട് ആരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അത് ഞാൻ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതാരായാലും ഞാൻ ആരുടെയും ജീവിതത്തിൽ വന്ന് കള്ളത്തരം പറയാറില്ല." അങ്ങനെ എന്തോ ഒരു സ്വരത്തിൽ ചേർച്ചക്കുറവ് വന്നു. കള്ളം പറഞ്ഞത് കൊണ്ടാണ്. ഞാനാണ് ഏറ്റവും അവസാനം അറിഞ്ഞതെന്ന് തോന്നുന്നു. ബോളിവുഡിൽ നിന്ന് വന്ന് എനിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ വന്നിട്ട് എന്തിന് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന രീതി തന്നെയാണ്. പുറത്ത് നിന്നെല്ലാം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ദിലീപും മഞ്ജു വാര്യർ വിഷയമല്ലേ കാരണം? അതിപ്പോൾ വേറൊരു രീതിയിലാണ്. എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കോ യുദ്ധമോ നടന്നില്ല. ഫൈൻ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് ഞാൻ പോയി. സമയത്ത് ഏറ്റവും നല്ല ഹീലർ. ഇത് എപ്പോഴും നടന്നതാണ്. എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. ഇൻഡ്യൂനിറ്റി ഞാൻ അവരെ കാണുമ്പോൾ നന്നായി പെരുമാറുന്നു. പക്ഷേ ഞാൻ ആ ഗ്രൂപ്പിൽ ഭാഗമല്ല. ശ്വേതാ മേനോൻ കാൻ ചാനൽ മീഡിയയ്ക്ക് പറഞ്ഞതിങ്ങനെ. ശ്വേത പോയപ്പോഴെങ്കിലും മഞ്ജു, ഗീതു സംയുക്ത സൗഹൃദം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രമേഷ് പിഷാരടി, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരെല്ലാം മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരിക്കൽ സൗഹൃദത്തെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാട് മഞ്ജു വാര്യർ പങ്കുവച്ചിട്ടുണ്ട്. "അങ്ങനെ എഫേർട്ട് എടുത്ത് ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓർഗാനിക് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി അല്ലല്ലോ. എനിക്കുള്ള ഫ്രണ്ട്സ് കുറേ നാളൊന്നും സംസാരിക്കില്ല. പക്ഷേ മാസം കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇന്നലെ സംസാരിച്ചവരെ പിരിഞ്ഞു പോലെയായിരിക്കും. ഒരു ഫ്രണ്ട്ഷിപ്പ് ഹോൾഡ് ചെയ്യാൻ എത്ര നമ്മൾ എഫോർട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സൗഹൃദം എന്നല്ലാന്ന് എനിക്ക് തോന്നുന്നു." മഞ്ജു വാര്യർ പറഞ്ഞതെങ്ങനെ. സിനിമകളുടെ തിരക്കിലാണ് മഞ്ജു വാര്യർ. ഗീതു മോഹൻദാസ് ടോക്സിക് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. സംയുക്ത വർമ്മ ഏറെക്കാലമായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ഭാവന ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരെ തുടരെ സിനിമകൾ ചെയ്യുന്നുമുണ്ട്.